ഹായ് ഓൾ, വെൽക്കം ടു ദി സെഷൻ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സിലെ ഐസോതെർമലും അഡബാറ്റിക് പ്രോസസ്സിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ചെയ്തു. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഹോംവർക്കൊക്കെ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫോർമുലയും പഠിച്ച് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ബാക്കി പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഫോർമുല പേപ്പർ എല്ലാം കയ്യിലെടുക്കുക. ഞാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ പഴയതുപോലെ നിങ്ങൾ ചെയ്തു പോവുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ടോപ്പിക്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ കംപ്രസിംഗ് 1 mole of a perfect gas at normal pressure to 1/3 of its volume. The molecular specific heat of the gas at constant volume is 3/2 R. The gas is compressed adiabatically. അപ്പോൾ നമ്മളൊരു 5 പ്രോബ്ലം ഇതിനകം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഏത് ഫോർമുലയാണെന്ന് മനസ്സിലാകും. ഡേറ്റ എഴുതാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ അതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അതേ ടെക്നിക്സ് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഡേറ്റ എഴുതുന്നു, നമുക്ക് എന്നിട്ട് കണ്ടുപിടിക്കേണ്ട ഫോർമുല എഴുതുന്നു. അതിലേതെങ്കിലും വേരിയബിൾസ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമ്മൾ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലുള്ള ഡേറ്റ എടുത്തെഴുതുക എന്നതാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ ഡേറ്റ എടുത്തെഴുതുകയാണ്. സോ വർക്ക് ഡൺ ഈസ് കംപ്രസിംഗ് 1 mole of a perfect gas and it is compressed adiabatically. സോ അഡബാറ്റിക് കംപ്രഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അറ്റ് നോർമൽ പ്രഷർ ടു 1/3 ഓഫ് ഹിസ് വോളിയം. അപ്പോൾ ഇനിഷ്യൽ വോളിയത്തിൽ നിന്നും കംപ്രസ് ചെയ്ത് 1/3 ഓഫ് ഹിസ് ഫൈനൽ വോളിയം എന്ന് പറയുന്നത് ഇനിഷ്യൽ വോളിയത്തിൻ്റെ 1/3 ആണ്. അപ്പോൾ ഇനിഷ്യൽ വോളിയത്തിൻ്റെ ലെറ്റ് ഇറ്റ് ബി വി. അപ്പോൾ V1 ആണ് ഇനിഷ്യൽ വോളിയം. സോ V1 ഈക്വൽ ടു V. സോ വാട്ട് ഇസ് V2? ഫൈനൽ വോളിയം എന്ന് പറയുന്നത് ഇനിഷ്യൽ വോളിയത്തിൻ്റെ 1/3 ആണ്. സോ ഇറ്റ് ഇസ് V/3. അടുത്തത് നോർമൽ പ്രഷർ. P1 എന്ന് പറയുന്നത് നോർമൽ പ്രഷറാണ്. സോ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതിനെ നമ്മൾ ഏതിലേക്ക് മാറ്റുക? 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് പറയുന്നത്. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇതിനെ നമ്മൾ SI യൂണിറ്റിലേക്ക് മാറ്റുക. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കലിലേക്ക് നമ്മൾ മാറ്റണം. സാധാരണ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 101,325 പാസ്കലാണ് ഓർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് അപ്രോക്സിമേറ്റ്ലി വി ക്യാൻ സേ ഇറ്റ് ഇസ് 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ആദ്യം തന്നെ പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്തു? SI യൂണിറ്റിലേക്ക് മാറ്റി, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അടുത്തത് മോളിക്കുലർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദി ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് 3/2 R. സോ CV ഡേറ്റയിലുണ്ട്. മോളിക്കുലർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇറ്റ് ഈസ് 3/2 R. ഇത്രയും ഡേറ്റയാണ് തന്നിരിക്കുന്നത്. വേറെ ഡേറ്റ ഒന്നുമില്ല. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി നീഡ് ടു റൈറ്റ് ദി ഫോർമുല. വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം? അല്ലേ, ഇവിടെ പ്രഷർ ഉണ്ട്, അതുപോലെ തന്നെ വോളിയം ഉണ്ട്. സോ ദാറ്റ് വി ക്യാൻ യൂസ് ദി എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. എന്താണ്? 1/1 ഗാമ മൈനസ് 1 P1 V1 minus P2 V2. So this is the expression for work done. P2 V2. ഇതിൽ എന്തൊക്കെ ടേംസ് ഡേറ്റയിൽ ഉണ്ട് എന്ന് നോക്കാം. വി ഹാവ് പ്രഷർ P1 ഉണ്ട്. സോ P1 is there. V1 ഉണ്ട്, ഇറ്റ് ഈസ് V, ക്യാപിറ്റൽ V. V2 അത് നമ്മൾ കണ്ടുപിടിച്ചു, V2 കിട്ടി. സോ നൗ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഗാമ തന്നിട്ടില്ല, അതുപോലെ തന്നെ P2 തന്നിട്ടില്ല. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഗാമ ആൻഡ് P2. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇതേപോലെ വേണം നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗാമ കണ്ടുപിടിച്ച് നോക്കാം. വാട്ട് ഇസ് എക്സ്പ്രഷൻ ഫോർ ഗാമ? റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്, മോളിക്യുലർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ റേഷ്യോ അല്ലേ, CP/CV ആണ് ഗാമ. ഇതാണ് എക്സ്പ്രഷൻ എങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ആര് മാത്രമേ തന്നിട്ടുള്ളൂ? CV മാത്രമേ തന്നിട്ടുള്ളൂ. CV ഇസ് ദയർ, 3/2 R. CP നമുക്ക് തന്നിട്ടില്ല. നമ്മൾ ആരെ കണ്ടുപിടിക്കണം? CP കണ്ടുപിടിക്കണം. CP CVയും തമ്മിലുള്ള വേറൊരു റിലേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. CP - CV = R അല്ലേ. CP - CV എന്ന് പറയുന്നത് R ആണ്, ക്യാപിറ്റൽ R ആണ്.
യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് സി പി? സി പി എന്ന് പറയുന്നത് എന്തായിരിക്കും? സി വി പ്ലസ് ആർ ആയിരിക്കും. സി പി എന്ന് പറയുന്നത് സി വി പ്ലസ് ആർ. അങ്ങനെയാണെങ്കിൽ ഗാമയെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഗാമയുടെ എക്സ്പ്രഷൻ ഒന്ന് എഴുതാം. ഗാമ ഈക്വൽ ടു സി പിക്ക് പകരം എന്ത് കൊടുക്കുക? സി വി പ്ലസ് ആർ ബൈ സി വി. സി വി പ്ലസ് ആർ ബൈ സി വി. സി വി ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് സി വി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 3/2R. ആ 3/2R ഇവിടെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ സി വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് വിത്ത് 3/2R. 3/2 capital R plus R by 3/2R by 3/2R. What is 3/2R plus R? LCM എടുത്ത് ചെയ്താൽ it is 5/2R, right? So equal to 5/2R by 3/2R. So R cancel ചെയ്യും, then 2 cancel ചെയ്യും. So you will get the answer as gamma equal to 5/3. So R 2 cancel ചെയ്യും. So the finally we will get gamma equal to 5/3. അപ്പോൾ ഗാമ നമുക്ക് കിട്ടി. ഓക്കെ, ഗാമയെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത വേണ്ടത് we need to know what is P2. P2 ആണ് നമുക്ക് അടുത്ത ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഏത് എക്സ്പ്രഷൻ ഉപയോഗിക്കാം? P1 പ്രഷറും വോളിയവും തമ്മിലുള്ള അഡബാറ്റിക് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. എന്താണ് പ്രഷറും വോളിയവും തമ്മിലുള്ള അഡബാറ്റിക് ഇക്വേഷൻ? P1 V1 raised to gamma equal to P2 V2 raised to gamma. P1 V2 raised to gamma equal to P2 V2 raised to gamma. So what is P2 by P1? P2 by P1 equal to V1 by V2 the whole raised to gamma. V1 by V2 the whole raised to gamma. നമുക്ക് വേണ്ടത് ആരെയാണ്? നമുക്ക് വേണ്ടത് P2 നെയാണ്. So what is P2? P2 equal to P1 into V1 by V2 raised to gamma. P1 into V1 by V2 raised to gamma. So what is P1? It is 10 raised to 5. Okay, 10 raised to 5. Then V1 by V2. So you will get what is V1 by V2? V1 by V2 equal to, it is 3, right? V1 by V2 equal to, it is 3. So 10 raised to 5 into 3 raised to 10 raised to 5 into V1 by V2. Just take the ratio V1 by V2. V by 3. So 3 numerator it will 3. So 3 raised to, what is gamma? 3 raised to 5/3. Just find out using the calculator. Just find out 10 raised to 5 into 3 raised to 5/3. This cheyidal you will get P2 equal to 6.24. 6.24 into 10 raised to 5. 6.24 into 10 raised to 5 Newton per meter square. Newton per meter square. ഈ ഫോർമുലയിലെ നമ്മൾ എഴുതുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് റിസൾട്ടിലേക്ക് എത്തുമ്പോൾ യൂണിറ്റ് വളരെയധികം നിർബന്ധമാണ്. അപ്പോൾ എല്ലാ ഇതിൻ്റെയും SI യൂണിറ്റ് നമ്മൾ പഠിച്ചു വെക്കണം. SI യൂണിറ്റ് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ ചെയ്ത് ഒരു കൂടെ പറയാം. നമ്മൾ ഡേറ്റ എടുത്ത് എഴുതി, വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ എഴുതി, ഗാമയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഗാമയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ CP ഇല്ല. സോ ദാറ്റ് വി found out CP using this relation. CP equal to CV plus R. CV തന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഗാമ കണ്ടുപിടിച്ചു ഫസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ആരെ കണ്ടുപിടിക്കാൻ പോയി? P2 കണ്ടുപിടിക്കാൻ ചെന്നു. അതിനെ നമ്മൾ P1 V1 raised to gamma equal to P2 V2 raised to gamma ഉപയോഗിച്ചു. P2 വേണ്ടി റീഅറേഞ്ച് ചെയ്തു and we got the final answer as 6.24 into 10 raised to 5 Newton per meter square. ഇനി നമുക്ക് എല്ലാമായി we can write the expression directly or we can substitute the variables in the expression directly. നമുക്ക് W ന്റെ expression അറിയാം. Just substitute W equal to, this is the equation 1. So now just write equation 1 gives W equal to 1 by, what is gamma? 5/3 minus 1 into, what is P1? It is 10 raised to 5
ഇൻറ്റു വി. V1 is V. V ഇനിഷ്യൽ വോളിയം നമുക്ക് തന്നിട്ടില്ല. 10⁵ V മൈനസ് P2. what is P2? 6.24 into 10⁵. 6.24 into 10⁵. V2, it is V by 3. V by 3. Okay, just use 10⁵. You can take V outside, so find out 10⁵ minus 6.24 into 10⁵, or take the 10⁵ outside, then find out 6.24 by 3, then use the calculator to find what's the answer, so that you will get the answer in V. വിയിലായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ഉത്തരം കിട്ടുന്നത്. ശ്രദ്ധാപൂർവം കാൽക്കുലേഷൻ നടത്തി നോക്കുക. ഫൈനൽ ഉത്തരം എന്ന് പറയുന്നത് W ഈക്വൽ ടു ഇറ്റ് ഈസ് മൈനസ് 1.62 into 10⁵. മൈനസ് 1.62 into 10⁵ വോളിയം. കാരണം വി എന്ന് പറയുന്നത് ഇനിഷ്യൽ വോളിയമാണ്, വോളിയം നമുക്ക് തന്നിട്ടില്ല. ആൻഡ് ദി യൂണിറ്റ് ഈസ് വർക്ക് ഡണിൻ്റെ യൂണിറ്റ് ഇറ്റ് ഈസ് ജൂൾ. സോ ജൂളിൻ്റെ യൂണിറ്റ് ഒന്ന് മാറ്റി എഴുതുക. ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് വോൾട്ട് ജൂൾ. വോൾട്ട് ജൂൾ ഒന്നുമല്ല, ഹിയർ വി ഈസ് വോളിയം. കാരണം നമുക്ക് വോളിയം ഇനിഷ്യൽ വോളിയം ക്വസ്റ്റ്യന് തന്നിട്ടില്ല. സോ ദി ഫൈനൽ ആൻസർ വിൽ ബി ഇൻ ദി ഇനിഷ്യൽ വോളിയം വി. സോ ദ ആൻസർ ഈസ് മൈനസ് 1.62 into 10⁵ വോൾട്ട് വി ജൂൾ. ഓക്കെ, ഇവിടെ മൈനസ് വന്നതിൻ്റെ ഒക്കെ അർത്ഥം നിങ്ങൾക്ക് അറിയാം, മനസ്സിലായി. കാരണം എന്താ, അഡബാറ്റിക് കംപ്രഷൻ ആണ്, വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ് ആണ്. സോ ദി വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. അതുപോലെ തന്നെ വോളിയം അവിടെ കുറഞ്ഞ സമയത്ത് അല്ലേ, വോളിയം അവിടെ കംപ്രസ് ചെയ്യുക ചെയ്തത്. സോ ദ പ്രഷർ ഇൻക്രീസസ്. ആദ്യത്തെ ഇനിഷ്യൽ പ്രഷർ 10⁵ ആയിരുന്നു. നമ്മൾ ഫൈനൽ പ്രഷർ കണ്ടുപിടിച്ചപ്പം വിൽ ഗെറ്റ് 6.24 into 10⁵. സോ ദ പ്രഷർ ഇൻക്രീസസ്. ഇതെല്ലാം ഒരു അഡബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടുന്നതിനോടൊപ്പം തന്നെ ഈ വക കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. നമ്മൾ പഠിച്ച തിയറി എങ്ങനെയാണ് നമ്പേഴ്സിൽ വരുന്നത്. കാരണം ഒരു കോൺസെപ്റ്റ് നമ്പേഴ്സിൽ വരുമ്പോഴാണ് നമുക്കത് കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നു, വോളിയം കുറയുന്നു, പ്രഷർ ഉണ്ട്, ആ ഫൈനൽ പ്രഷർ വേണ്ടപ്പോൾ പ്രഷർ കൂടി. വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിച്ചു, വി വിൽ ഗെറ്റ് നെഗറ്റീവ്. സോ ദ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോബ്ലം. A certain volume of a gas at 10⁵ Newton per meter square pressure expands isothermally until its volume is doubled, and then adiabatically until its volume is redoubled. Find the final pressure of the gas. Gamma is given. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇവിടെ രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആദ്യം ആ ഗ്യാസിനെ ഐസോതെർമൽ എക്സ്പാൻഷന് വിധേയമാക്കുന്നു, അങ്ങനെ വോളിയം ഡബിൾ ആവും. അവിടെ നിന്നും അതിനെ അഡബാറ്റിക് എക്സ്പാൻഷന് വിധേയമാക്കുന്നു until its volume is redoubled. ഓക്കെ, ഫൈൻഡ് ദി ഫൈനൽ പ്രഷർ ഓഫ് ദി ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ പ്രഷർ എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം അവിടെ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം, ഐസോതെർമൽ എക്സ്പാൻഷനും കൺസിഡർ ചെയ്യണം, അഡബാറ്റിക് എക്സ്പാൻഷനും കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇപ്പം നമുക്ക് ഡേറ്റ ഒന്ന് എടുത്ത് എഴുതാം. സോ ഹിയർ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് a certain volume of a gas at 10⁵ Newton per meter square. So P1 SI യൂണിറ്റിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. P1 equal to 10⁵ Newton per meter square. 10⁵ Newton per meter square. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഐസോതെർമൽ എക്സ്പാൻഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കുക, ആ ഡേറ്റ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, എടുത്തെഴുതുക, ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഐസോതെർമൽ എക്സ്പാൻഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് P1 അല്ലേ, P1 എന്ന് പറയുന്നത് we have it is 10⁵ Newton per meter square. 10⁵ Newton per meter square until its volume is doubled. So suppose V1 equal to V1 എന്ന് പറയുന്നത് V ആണ്, and V2 എന്ന് പറയുന്നത് 2V ആണ്. V2 എന്ന് പറയുന്നത് 2V ആണ്. ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ഐസോതെർമൽ എക്സ്പാൻഷൻ നടന്നു കഴിയുമ്പോൾ ഫൈനൽ പ്രഷർ എത്രയെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് we have to find out what is P2, the final pressure during
ദ പ്രോസസ് ഐസോതെർമൽ എക്സ്പാൻഷൻ. P2 നമുക്കറിയത്തില്ല. നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. സോ വി ആർ ജസ്റ്റ് യൂസിങ് ദ ഇക്വേഷൻ P1 V1 ഈക്വൽ ടു P2 V2. P1 V1 ഈക്വൽ ടു P2 V2. P1 V1 equal to P2 V2. So what is P2? P2 equal to P1 into V1 by V2. P1 into V1 by V2. So what is P1? It is 10 raised to 5. 10 raised to 5 into V1 by V2. It is 1 by 2. It is 0.5. Okay. It is 0.5. So 10 raised to 5 into 0.5. Or it is 5 into 10 raised to 4. 5 into 10 raised to 4 Newton per meter square. 5 into 10 raised to 4 Newton per meter square. ആദ്യം ആരെ കണ്ടുപിടിച്ചു? ഐസോതെർമൽ എക്സ്പാൻഷനിലുള്ള ഫൈനൽ പ്രഷർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത ആരെ കണ്ടുപിടിക്കാം? അഡബാറ്റിക് എക്സ്പാൻഷൻ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആ ഗ്യാസ് നിന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡബാറ്റിക് എക്സ്പാൻഷൻ അവിടെ നടത്തുന്നത്. ആ അഡബാറ്റിക് എക്സ്പാൻഷന്റെ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക? അണ്ടിൽ ഇസ് വോളിയം ഈസ് റീഡബിൾഡ്. അപ്പോൾ ഇവിടെ അവന്റെ ഇനിഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷന്റെ ഫൈനൽ പ്രഷറാണ്. അതായത് ഇവിടുത്തെ അഡബാറ്റിക് എക്സ്പാൻഷൻ തുടങ്ങിയ സമയത്ത് ആ ഗ്യാസിന്റെ പ്രഷർ എന്തായി? 5 into 10 raised to 4 Newton per meter square ആയി. സോ ദാറ്റ് വൺ P1 as 5 into 10 raised to 4 Newton per meter square. Newton meter raised to minus 2. ഇങ്ങനെ എഴുതാലോ. P2 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അഡബാറ്റിക് എക്സ്പാൻഷൻ കഴിഞ്ഞു, ഫൈനൽ പ്രോസസ്സും കഴിഞ്ഞിട്ടുള്ള ഫൈനൽ പ്രഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് വാട്ട് ഇസ് V1? V1 ഇവിടെ എന്തായി? നേരത്തെ V ആയിരുന്നു, അത് 2V ആയി ഐസോതെർമൽ എക്സ്പാൻഷൻ കഴിഞ്ഞപ്പോൾ. അതാണ് ഇവിടുത്തെ ഇനിഷ്യൽ വോളിയം. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് റീഡബിൾഡ്. V2 എന്തായി മാറി? 4V ആയി. ഇത് ഒരിക്കൽ കൂടെ 2 times ആയി. സോ 4V. Clear? So we are just using the equation of adiabatic process which connects pressure and volume. എന്താണ്? P1 V1 raised to gamma equal to P2 V2 raised to gamma. P2 V2 raised to gamma. So what is P2? P2 equal to P1 into V1 by V2 raised to gamma. V1 by V2 raised to gamma. ഗാമ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, നമ്മൾ ആ ഡേറ്റിൽ എടുത്ത് എഴുതാൻ ആദ്യം മറന്നുപോയതാ. സോ വാട്ട് ഇസ് ഗാമ? ഗാമ ഈക്വൽ ടു 1.4. ഗാമ ഈക്വൽ ടു 1.4. ഓക്കെ. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് P1 ആസ് 5 into 10 raised to 4. എല്ലാ വേരിയബിൾസും SI യൂണിറ്റ് ആണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്ത് മാത്രമേ പ്രോബ്ലം ചെയ്യാവുള്ളൂ. ദെൻ വാട്ട് ഇസ് V1 by V2? ഇറ്റ് ഈസ് 1/2, റൈറ്റ്? സോ ഇറ്റ് ഈസ് 1/2 ഗാമ. 1/2 the whole raised to 1.4. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? സിമ്പിൾ അല്ലേ? സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1.896. 1.896. ഓക്കെ, യു വിൽ ഗെറ്റ് 1.896 into 10 raised to 4. 10 raised to 4. What is the unit pressure? Newton per meter square. അത് എഴുതാൻ മറക്കരുത്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ റൈസ് ടു മൈനസ് 2. ന്യൂട്ടൺ മീറ്റർ റൈസ് ടു മൈനസ് 2. സോ ദിസ് ഇസ് ദ ആൻസർ. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1.896 into 10 raised to 4 Newton per meter square. തെർമോഡൈനാമിക്സിലെ പ്രോബ്ലം എളുപ്പമല്ലേ? നമ്മൾ ഡേറ്റ എടുത്തെഴുതുക. നമുക്ക് ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ടഫ് അല്ല. അത് അറിയാത്ത സമയത്താണ് നമുക്ക് ഫിസിക്സിൻ്റെ പ്രോബ്ലംസ് ടഫായിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 mole of a gas at 27 degrees centigrade expands adiabatically until its volume is doubled. Calculate the work done. Gamma is given. എന്ത് പ്രോസസ് ആണ്? ഇറ്റ് ഈസ് ദി അഡബാറ്റിക് എക്സ്പാൻഷൻ ആണ് ഉള്ളത് പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മുടെ എപ്പോഴും ചെയ്യുന്ന രീതി, ഫസ്റ്റ് വി നീഡ് ടു റൈറ്റ് ദി ഡേറ്റ. 1 mole of a gas at 27 degrees centigrade expands adiabatically. So T1 is given. T1 as 27 degrees centigrade. എന്ത് ചെയ്യണം? നമുക്ക് എപ്പോഴും
അതിനെ SI യൂണിറ്റിലേക്ക് മാറ്റണം. സോ യു ഹാവ് ടു convert the degree centigrade to Kelvin. So 27 plus 273, it is 300 Kelvin. So T1 is given as 300 Kelvin. 300 is given as T1 as 300 Kelvin. Expands adiabatically until its volume is doubled. So V1, let V1 equal to V. Let V1 equal to V. And what is V2? V2 equal to 2V. V2 equal to 2V. Gamma is given. Gamma 1.4. അപ്പോൾ നമ്മൾ ഡേറ്റ എല്ലാം എഴുതി. സോ T1 ഉണ്ട്. ആ ടെമ്പറേച്ചറിൽ വി ഹാവ് ആൻ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ. വർക്ക് ഡൺ ഈക്വൽ ടു വാട്ട് ഇസ് വർക്ക് ഡൺ ഈക്വൽ ടു R ബൈ അഡബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ ആണ് R ബൈ ഗാമ മൈനസ് 1 T1 മൈനസ് T2. T1 മൈനസ് T2. T1 മൈനസ് T2. ഇതിലെല്ലാം ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഗാമ ഇസ് ഹിയർ. T1 തന്നിട്ടുണ്ട്, പക്ഷെ എന്ത് തന്നിട്ടില്ല? T2 തന്നിട്ടില്ല. എന്ത് ചെയ്യണം? T2 നമ്മൾ കണ്ടുപിടിക്കണം. സോ ദാറ്റ് വി നീഡ് ടു യൂസ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം അല്ലേ? ഇവിടെ ഇപ്പം നമുക്ക് ടെമ്പറേച്ചറും ഉണ്ട് വോളിയം ഉണ്ട്. സോ വി നീഡ് ടു യൂസ് ദി ഇക്വേഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം ഡ്യൂറിങ് ആൻ അഡബാറ്റിക് പ്രോസസ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഈസ് T1 V1 raised to gamma minus 1 equal to T2 V2 raised to gamma minus 1. T1 V1 raised to gamma minus 1 equal to T2 V2 raised to gamma minus 1. ഇതിൽ നിന്നും T2 നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. T2 കണ്ടുപിടിച്ച് ഉത്തരം എത്രയാണെന്ന് കണ്ടുപിടിച്ചേ. ഇങ്ങനെ കിട്ടിക്കാണും. T2 എന്ന് പറയുന്നത് 226.9 Kelvin. T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. We know what is V1 by V2 raised to gamma minus 1, it is 0.4. So നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് you will get 226.9 Kelvin. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? T2 കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? T2നെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് we know what is R. R is a universal gas constant. So R നമുക്ക് അറിയണം. ഡേറ്റയിൽ ഇല്ലെങ്കിൽ കൂടി we have to know its value. R is equal to 8.31 joule per mole per Kelvin. Joule per mole per Kelvin. 8.31 joule per mole per Kelvin. So just substitute W equal to R പകരം 8.31 gamma minus 1, it is 0.4 into what is T1? T1 it is 300 Kelvin minus 226.9. 226.9. Okay, നമ്മൾ തിയറിയിൽ പറഞ്ഞതാണ് വർക്ക് ഡൺ ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചേഴ്സ്. ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ആണ് അവിടെ എന്തായിട്ട് മാറുന്നത്? വർക്ക് ഡൺ ആയിട്ട് മാറുന്നത്. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് W as 1519 joule. 1519 joule. So this amount of work is done by the gas because it's an expansion done by the gas. 1519 or 1.5 kilojoule of work by supplying the heat energy. അപ്പോൾ ഈ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഐസോതെർമൽ എക്സ്പാൻഷനിലും എല്ലാ ഒരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ വർക്കിംഗ് സബ്സ്റ്റൻസ് ഹിയർ ഇൻ മോസ്റ്റ് കേസസ് ഇറ്റ് ഈസ് ഗ്യാസ്. ഗ്യാസിലേക്ക് നമ്മൾ ഹീറ്റ് എനർജി കൊടുത്തുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. സോ ദിസ് എ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. ഇതിൽ നിന്നുമാണ് നമ്മൾ പിൽക്കാലത്ത് ഹീറ്റ് എൻജിൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ്, അതായത് ഹീറ്റ് എനർജി കൊടുത്തുകൊണ്ട് നമുക്ക് അതിനെ വർക്കിലേക്ക്, അത് ആ എനർജിയെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഇപ്പോൾ ചെയ്ത എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നുമാണ് നമ്മൾ ഹീറ്റ് എൻജിൻസ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പഠിക്കും വാട്ട് ആർ ഹീറ്റ് എൻജിൻസ്. ഓക്കെ, നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. So this is the next question. A gas occupying a volume of 10 raised to minus 2 meter cube at a pressure of 5 atmosphere expands isothermally to a pressure of 1 atmosphere. Calculate the work done. Calculate the work done. A gas occupying a volume of 10 raised to minus 2 meter cube at a pressure of 5 atmosphere
expands isothermally to a pressure of 1 atmosphere, calculate the work done. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ ഡേറ്റ എഴുതുന്നു. ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്, വർക്ക് ഡൺ ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Occupying a volume, so we can write the initial volume V1 as 10 raised to minus 2 meter cube, 10 raised to minus 2 meter cube at a pressure of 5 atmosphere. So P1 equal to 5 atmosphere. So P1 equal to 5 atmosphere. 5 atmosphere. Okay. So it is 5 into approximately it is 10 raised to 5 Newton per meter square. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു it is 1.01 into 10 raised to 5 Newton per meter square. ഞാൻ ഇവിടെ approximate ആയിട്ട് 5 into 10 raised to 5 Newton per meter square. Newton per meter square. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് 1 atmosphere-നെ യഥാർത്ഥത്തിൽ കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ 1 atmosphere equal to 1.013 into 10 raised to 5 Newton per meter square ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര ഉപയോഗിക്കാം? 10 raised to 5 എന്ന് ഉപയോഗിച്ചാലും തെറ്റില്ല. അതിൻ്റെ റിസൾട്ട് വലിയൊരു വേരിയേഷൻ വരത്തില്ല. സോ P1 is given and P2 എക്സ്പാൻഷൻ ആണ്, അതുകൊണ്ട് തന്നെ പ്രഷർ ഡിക്രീസ് ചെയ്യും. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നു, പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. സോ 1 atmosphere പ്രഷർ 5 atmosphere നിന്നും 1 atmosphere പ്രഷർ ഡിക്രീസ് ചെയ്തു. സോ ഇറ്റ് ഈസ് 10 raised to 5 Newton per meter square. 10 raised to 5 Newton per meter square. Calculate the work done. Work done during an isothermal expansion. We know the relation. What? Work done is equal to RT ln V2 by V1. RT ln V2 by V1. Okay, RT ln V2 by V1. നമുക്ക് ഡേറ്റ നോക്കാം. R നമുക്കറിയാം, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, പക്ഷേ T തന്നിട്ടില്ല. ആൻഡ് വി നോ വാട്ട് ഇസ് V1 ഉണ്ട്, V2 തന്നിട്ടില്ല. So we have to find out V2 first. നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം? V2-നെ കണ്ടുപിടിക്കണം. So for an isothermal change, we know the equation. It is P1 V1 equal to P2 V2. P1 V1 equal to P2 V2, or what is V2? V2 equal to P1 by P2 into V1. P1 by P2 into V1. P1 by P2 നമുക്കറിയാം. P1 it is 5 into 10 raised to 5 and P2 it is 10 raised to 5. So what is P1 by P2? It is 5 into V1. What is V1? Into 10 raised to minus 2. 5 into 10 raised to minus 2 meter cube. 5 into 10 raised to minus 2 meter cube. നമ്മൾ V2 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേറെ ഫോർമുല ഒന്നുമില്ല. ബട്ട് വി നോ അനദർ റിലേഷൻ. നമുക്ക് അവിടെ വേണ്ടത് എന്താണ്? RT ആണ് നമുക്ക് വേണ്ടത്, അല്ലേ? RT ആണ് നമുക്ക് വേണ്ടത്. സോ വി ക്യാൻ റീറൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ആസ് W ഈക്വൽ ടു വാട്ട് ഇസ് RT? നമ്മളുടെ ഐസോതെർമൽ പ്രോസസ്സിൽ P1 V1 എന്ന് പറയുന്നത് ആരാണ്? P2 V2 ആണ്. ഓക്കെ, സോ വി ഹാവ് ദി ഗ്യാസ് ഇക്വേഷൻ PV ഈക്വൽ ടു RT. So that in an isothermal change T is constant, so that we can say P1 V1 equal to P2 V2 equal to RT. P1 V1 equal to P2 V2 equal to RT. ഇത് isothermal change നമുക്ക് ഈ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ RTക്ക് പകരം we can either use P1 V1 or P2 V2. So here I am using P1 V1. So W equal to P1 V1 ln V2 by V1. ln V2 by V1. നിങ്ങൾ കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ you have to multiply it with 2.303. So 2.303 into what is P1 V1? So P1 equal to 5 into 10 raised to 5 into V1, it is 10 raised to minus 2. 10 raised to minus 2 log ln മാറി ലോഗ് വരും, കാരണം നമ്മൾ 2.303 കൊണ്ട്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലോഗ് വാട്ട് ഈസ് V2/V1? ലോഗ് V2/V1 എന്താണ് V2/V1 എന്ന് പറയുന്നത്? V2 equal to 5 into 10 raised to minus 2 divided by 10 raised to minus 2, so it is log 5. ഓക്കെ, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ എന്തിലേക്ക് എത്തുക? ഉത്തരത്തിലേക്ക് എത്തുക. ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദി ആൻസർ ആൻഡ് സബ്മിറ്റ് as the homework. Okay, so this will be the final answer of the work done during this isothermal expansion. നമ്മൾ ഇത്രയും പ്രോബ്ലം ചെയ്തു. ഏകദേശം ഒരു 10 പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഐസോതെർമലിൻ്റെ അഡബാറ്റിക്കിൻ്റെയും ഡിഫറെൻറ്റ് വെറൈറ്റീസ്. ഇത് തന്നെ ആയിരിക്കാം നമുക്ക് എക്സാമിനും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഫോർമുലയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പഠിച്ചു വയ്ക്കേണ്ടത്. ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡേറ്റ എഴുതി ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ വളരെ ഫ്രീ ആയിട്ട് പ്രോബ്ലത്തിനെ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക. ഒരു ടെൻഷനും കൂടാതെ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യുക. സോ ഇത്രയും പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് ഹീറ്റ് എഞ്ചിൻ്റെ തിയറി അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം. സോ താങ്ക് യു.